നിന്റെ മധുര വന്ന് ഇരിച്ചോടാ ഞാൻ ഒരു കുഴപ്പമില്ലല്ലോടാ പിന്നെ നിനക്ക് കിടന്നോടാ ഞങ്ങളോട് ചക്ക പറിക്കാൻ പോയി ചക്ക വെച്ച് ചെയ്താൽ മതിയായിരുന്നു നീ അമ്മച്ചി എന്നെ സമാധാനപ്പെടുത്തി പോടാ മോനെന്ന് പറഞ്ഞപ്പോ നീ ചാടി കയറി വന്നിട്ടില്ല എനിക്ക് പയ്യ ഞാൻ എന്തോ ചെയ്യും അങ്ങനല്ല നീ ആക്ഷനുള്ള സമയം കിട്ടിയില്ല എനിക്ക് ഇറങ്ങണടാ ഇറങ്ങിക്കങ്ങ് ചെറുക്കന്റെ ഗുരു ഇറങ്ങിക്കടാ ചക്കയും തിന്നോണ്ട് വീട്ടിൽ ഇരുന്നാ പോരായിരുന്നു. ഞാൻ ഗ്യാസും പരിചയം അവിടെ ഇരിക്കുന്ന പിടിക്കുന്നില്ലല്ലോ. ഇത് നല്ലതാ, ഇത് നല്ലതാ. എന്തൊരു നിനക്ക് വെള്ളം വല്ലതും വേണോ? എനിക്ക് വേണം വെള്ളം. ഒന്ന് ഇറങ്ങണ ചെറുക്കനെ എന്തോ ചെയ്യും. ഞാനേ പറ്റിപ്പോയതാ. ഞാൻ ഈ ഇവിടുത്തെ എല്ലാ കാര്യവും ഞാൻ എടാ ഊരിക്കടാ, വേറെ കാര്യമുണ്ടെന്ന് അതുകൊണ്ടാ. എടാ ചക്ക വെട്ടി അമ്മച്ചി അവിടെ വെച്ചിരിക്കണ്ട. ഞാൻ കാര്യം സെറ്റ് ചെയ്യാം. ഞാൻ നിന്നെ ഊരാൻ രക്ഷപ്പെടുത്താം. ഇവിടെ എന്തോ നാശം എന്ന് പറയും. പൊക്കാമുണ്ടി കോർണർച്ചി ആർക്ക് വേണം ഇറങ്ങണം. ഇറങ്ങാൻ നീ ഞാൻ പറയുന്നത് കേക്ക്. നിന്നെ ഞാൻ ഊരിവിടാം. ഞാൻ ഊരിവിടാം. നിന്റെ നീ കുറാൻകുട്ടനാടാ നീ. എടാ ഇങ്ങനെ കയറി ഞാൻ പിടിക്കാം. എടാ ഇപ്പോഴും നടന്നു പോകുമ്പോ ഡിസ്കിറ്റ് അപ്പുറം കാർക്കോ എന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ. സിമന്റ് ഇരിപ്പുണ്ടോ? ഓ എന്തോത്തിനാ? ഞാൻ അത് കട്ട വെച്ചാൽ കെട്ടി തേച്ചാൽ വിട്ടാലേ ആ സാരമില്ല. നമുക്ക് ശശി അങ്ങനെ വിളിച്ച് 2 ദിവസത്തെ പണി. അവന് പൈസ കൊടുക്കണോ? ജോയിൻ വിളിച്ച് എന്നോട് ചോദിക്കും. ഞാൻ കെട്ടിത്തരാം. ആ സാരം നീ ആ ചെറുക്കനെ പറഞ്ഞു വിടാനെ കൊണ്ട് ഞാൻ കെട്ടിത്തരാം. നേരത്തെ എനിക്കറിയത്തില്ല. തരാന്ന് പറഞ്ഞ ഊരി സിമന്റ് എവിടെ ഇരിക്കുന്നേ? പാടാ മുങ്ങാനുള്ള പരിപാടി. വാ ഞാൻ പോകുമ്പോഴേ പുറയും തലയ്ക്കൊന്നും അടിച്ചോളല്ലേ. വല്ല കാര്യമുണ്ട്. ആ ചെറുക്കൻ എവിടെ ചെല്ലണ്ടെന്ന് നോക്കണേ. ചട്ടിയറാ അത് വേറെ ചട്ടി എടുക്കാൻ പറയപ്പെട്ടെ. നീ ഇങ്ങോട്ട് പാടാ. സിമന്റോട് ഞാൻ ഇപ്പൊ കെട്ടാവുന്ന കേസല്ലേ ഉള്ളൂ. വല്ല കാര്യമുണ്ടോ? വേണ്ടത് വെറുതെ. നമ്മളിത് നിസ്സാര കേസ്, നമ്മളിത് കൊണ്ടിടേണ്ട കേസേ ഉള്ളൂ. അപ്പൊ അല്ലാതെ നമുക്കേ ഞാൻ തന്നെ ഇതേപ്പോ എടുത്തു വെച്ചാൽ അങ്ങ് കെട്ടിയിടാന്ന്. വെള്ളം ഒഴിയാ. വെള്ളം വേണ്ട. ഇരുന്നാ ഇപ്പൊ അപ്പ കയറും. തോള കയറുവോ? ഇല്ല. എന്നാ കൂടി